കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകളെ, താങ്കൾ ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സംഘടനയുടെ, ഒരു സംവിധാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ്, ജനസേവകൻ മാത്രമാണ്. താങ്കൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലെന്തെങ്കിലും സംശയം തോന്നുന്ന താങ്കളെ കേൾക്കുന്ന ജനങ്ങൾ താങ്കളോട് സംശയം ചോദിക്കുക എന്നുള്ളത് അവരുടെ മൗലികമായ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഞാൻ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ചക്രവർത്തിയാണ് എന്നുള്ള ഭാവത്തോടു കൂടിയുള്ള താങ്കളുടെ സ്വതസിദ്ധമായ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇന്നലെ ഞങ്ങൾ കേരളീയർ കണ്ടറിഞ്ഞത്. പറഞ്ഞു വരുന്നത്, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ രീതികളും സംസാര രീതികളും തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഓരോരോ ദൃശ്യമാധ്യമങ്ങളിലും ഊഴം വെച്ച് വന്ന് അഭിമുഖം കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പുതിയ ഒരു മുഖവുമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള അഭിമുഖങ്ങൾ കണ്ട എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകും. വളരെ പ്രസന്നവദനായി ചോദിക്കുന്ന ചോദ്യങ്ങളോടെല്ലാം സഹിഷ്ണുതാപൂർവം ക്ഷമയോടുകൂടി ചിരിച്ചു കളിച്ച് മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് അഭിമുഖങ്ങളിൽ നാം കണ്ടത്. എന്ത് ചോദിക്കണം, ഏതൊക്കെ ചോദ്യം ഏത് സമയത്ത് ചോദിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ PR ടീം മാധ്യമ പ്രവർത്തകർക്ക് നേരത്തെ എഴുതി കൊടുക്കുന്നു. കാലേ കുട്ടി എഴുതി കിട്ടിയ ചോദ്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ച് അവതാരകർ മുഖ്യമന്ത്രി അഭിമുഖത്തിന് ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ ഒന്നൊന്നും വിടാതെ ആ ചോദ്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും അതിന് തത്തമ്മേ പൂച്ച പൂച്ച എന്ന രീതിയിൽ വളരെ സന്തോഷചിത്തനായി തന്നെ മറുപടി പറയുന്നു. ഇത് ഒരു തിരക്കഥയുടെ ഭാഗമായി തന്നെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള അഭിമുഖങ്ങൾ കണ്ട ആളുകൾക്ക് മനസ്സിലാകാം. മാധ്യമപ്രവർത്തകരോട് പോലും അവരുടെ ധർമ്മം ഉണ്ടാകുന്ന വാർത്തകൾ പൊതുജനത്തിനെ അതാ സമയത്ത് അറിയിക്കുക എന്നുള്ളതാണ്. നേരായ കാര്യങ്ങൾ നേരായ സമയത്ത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുക, ധൈര്യപൂർവ്വം വിളിച്ചു പറയുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത്. സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് തന്നെയാണ് മാധ്യമങ്ങൾ. അങ്ങനെയുള്ള മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ പോലുള്ള ഭരണകർത്താക്കൾ എവിടെയെങ്കിലും പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുചടങ്ങുകളിൽ എത്തുന്നുണ്ട് എന്നറിയുമ്പോൾ അവരുടെ വാർത്താവിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവിടെ ഓടിപ്പാഞ്ഞെത്തുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ പോലും ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രി അലക്കിത്തേച്ച ചിരിയുമായി പതിവിന് വിപരീതമായ ക്ഷമാപൂർവമായ സഹിഷ്ണുതയോടുകൂടിയുള്ള ഒരു അഭിമുഖം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള അഭിമുഖം കണ്ട എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ്. രാവിലെ തിരുവല്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ച മുഖ്യമന്ത്രി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് ചോദിക്കുന്നു, കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്നതാണെങ്കിൽ, അഭിവൃദ്ധി പ്രാപിച്ചതാണെന്നുണ്ടെങ്കിൽ, സാങ്കേതികപരമായി മുന്നിട്ട് നിൽക്കുന്നതാണെങ്കിൽ എന്തിനാണ് താങ്കൾ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. ഇത് മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചു. കാരണം മുഖ്യമന്ത്രി തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് എണ്ണി പറയുമ്പോൾ, തന്റെ സർക്കാർ ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് എണ്ണി പറയുമ്പോൾ അതല്ല സത്യം. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല അത്യുത്തരം വികസിച്ചതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം മുഖ്യമന്ത്രിയെ വിറളി പിടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നാടായ ആറന്മുളയിൽ തിരുവല്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിന്, അതായത് വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് യോഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ആരോഗ്യമന്ത്രിയുടെ ഗുണഗണങ്ങളെ വാഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതൊരു തിരിച്ചടിയാകും, കുരിശാകും എന്നുള്ളത് മുഖ്യമന്ത്രി വിചാരിച്ചില്ല. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വലിയ മുന്തിയ കാറുകളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് മുന്നിൽ എപ്പോഴും പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ധനാഢ്യന്മാരായ ആളുകൾ പോലും
പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ കിട്ടാത്ത ചികിത്സ സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്നതിന്റെ പേരിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വരുന്നു. അവരുടെ മുന്തിയ കാറുകളാണ് സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ എപ്പോഴും പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഒരിക്കൽ തള്ളിമറിച്ചത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ചികിത്സാ രീതി അത്യുത്തരമാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് മയോ ക്ലിനിക്കിലേക്ക് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് സഹിഷ്ണുതാപൂർവ്വം ഉത്തരം നൽകുവാനോ അല്ലെങ്കിൽ ആ ചോദ്യം അവഗണിക്കുവാനോ നിൽക്കാതെ മുഖ്യമന്ത്രി തന്റെ സ്വതസിദ്ധമായ ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് അതിന് മറുപടി പറയുന്നത് നാം കേട്ടത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രത്യേക അജണ്ടയോട് കൂടിയാണ് എന്നാണ് മുഖ്യമന്ത്രി കലിച്ചുകൊണ്ട് ആ ചടങ്ങിൽ സംസാരിച്ചത്. പിന്നീട് അതിനുശേഷം കോന്നിയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ, അതും LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത്. കേരളത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നൊന്നായി വാഴ്ത്തിപ്പാടുന്നതിനിടയിൽ തന്നെയാണ് CMA ഒരു ചോദ്യം എന്നുള്ളൊരു ചോദ്യവുമായി ഒരാൾ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നത്. ദാസ് പി ജോർജ് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ആ ചോദ്യം ഉന്നയിച്ചത്. ദാസ് പി ജോർജ് പത്തനംതിട്ട സ്വദേശി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഒരു ചോദ്യം, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഭരണ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നോർക്കണം. പൊതുജനങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ബാധ്യസ്ഥനായ പൊതുജനങ്ങൾ തെരഞ്ഞെടുത്ത പൊതുജനങ്ങളുടെ സേവകനായ മുഖ്യമന്ത്രിയാണ് പൊതുജനത്തിൽ നിന്നും ഉയർന്നു വന്ന ചോദ്യത്തോട് വളരെ അസഹിഷ്ണുതാപൂർവം പെരുമാറിയത്. അതായത് മുഖ്യമന്ത്രി എത്രയൊക്കെ അലക്കി തേച്ച് വെളുപ്പിച്ച ചിരിയുമായി മാധ്യമങ്ങളുടെ മുന്നിൽ സഹിഷ്ണുതാപൂർവം പെരുമാറുന്നു എന്നുള്ള ഒരു രീതി വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തിയ അഭിമുഖങ്ങളെല്ലാം വെറുതെയായിരുന്നു, അത് മുഖ്യമന്ത്രിയുടെ പൊയ്മുഖമായിരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴമക്കാർ പറയുന്നത് പോലെ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല മുഖ്യമന്ത്രി. നിങ്ങൾ പൊതുജനങ്ങളുടെ സേവകനാണ്. പൊതുജനങ്ങളാണ് നിങ്ങളെ ആ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളെക്കാൾ നിങ്ങൾ ഒട്ടും മുകളിലാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് നല്ലതല്ല. പൊതുജനങ്ങളുടെ സേവകൻ മാത്രമാണ്. അവർ ചോദിക്കുന്ന ന്യായമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ ഒരു കാര്യം മറന്നുകൊണ്ടാണ്, ഈ വസ്തുത മറന്നുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്ന പദവിക്ക് ഒട്ടും നിരക്കാത്ത രീതിയിൽ നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ PR എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുവാൻ വേണ്ടി അലക്കിത്തേറ്റ ഷർട്ടുമിട്ട് അലക്കിത്തേറ്റ ചിരിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയല്ല പൊതുജനങ്ങൾ അവരുടെ ആശങ്കകളും അവരുടെ അഭിപ്രായങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ അവരോട് പ്രതികരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന പൊങ്കാലകൾ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഉടനീളം 140 മണ്ഡലങ്ങളിൽ വെറുതെ പ്രസംഗിച്ചാൽ മാത്രം മതി എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ LDFനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗ രീതിക്കെതിരെയും ജനങ്ങൾ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഒട്ടും ആശാസ്യകരമായ രീതിയിലല്ല മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികൾ എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ CPMൽ നിന്നും വേറിട്ട് പോയി 63 വർഷത്തെ CPMന്റെ പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ ആദർശത്തിന്റെ പ്രതിരൂപമായ CPMലെ അഴിമതിരഹിതനായ നേതാവ് എന്നൊക്കെ പേരുകേട്ട് G സുധാകരനെ ചെറ്റ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയെയും നമ്മൾ മാധ്യമങ്ങളിൽ ആണ് കണ്ടത്. മുൻപൊരിക്കൽ കൊല്ലത്ത് പ്രേമചന്ദ്രന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ MA ബേബിക്ക് വേണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത്. LDF സ്ഥാനാർത്ഥിയായ MA ബേബിക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ തൊട്ടെതിർ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ പരനാറി പ്രയോഗം കൊണ്ടാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ആ പരനാറി പ്രയോഗവും ചെറ്റത്തരവും ചെറ്റപ്രയോഗവുമെല്ലാം മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊരു പൊതുപ്രവർത്തകനോട് അല്ലെങ്കിൽ LDF അനുഭാവിയായ ദാസ് പി ജോർജിന്റെ ചോദ്യത്തിനോട് സഹിഷ്ണുതാപൂർവ്വം മറുപടി പറയേണ്ട മുഖ്യമന്ത്രി വളരെ പൊട്ടിത്തെറിച്ച് കൃത്യനായി ഇത്തരത്തിൽ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കാരണവശാലും മുഖ്യമന്ത്രി പദത്തിന് ചേർന്ന ഒരു പെരുമാറ്റ രീതിയല്ല എന്ന് തന്നെയാണ് കേരളം വിലയിരുത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പ്രസംഗിച്ചു കഴിയുമ്പോൾ UDFന്റെയോ അല്ലെങ്കിൽ മറ്റിതര കക്ഷികളുടെയോ വിജയം സുനിശ്ചിതമാകും, LDFന്റെ പരാജയം പൂർണ്ണമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കാൻ പോകുന്ന കോലാഹലങ്ങൾ എന്ന് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്.
അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി.